ഞങ്ങൾ അങ്ങനെ ഏകദേശം തഞ്ചാവൂരൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ സ്റ്റോപ്പ് വിടാതെ എല്ലാ സ്റ്റോപ്പിലും ട്രെയിൻ നിർത്തുന്നുണ്ട്. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ട്രെയിനാണിത്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ഞാൻ ബാക്കി സ്റ്റേഷനിൽ പറയാം. ഞങ്ങൾ അങ്ങനെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ മനസ്സിൽ പ്രതീക്ഷിച്ച തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെയല്ല ഗൈസ്. ഇവിടെ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. നോക്ക്, ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഇവിടെ. ഇന്നെന്താ വല്ല അവധിയാണോ? വിജനമായി കിടക്കുന്ന തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. പക്ഷേ ആർക്കും പോകണ്ടേ തഞ്ചാവൂരിലേക്ക്? ഗൈസ്, ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടുണ്ട്. ഇങ്ങ കോയിൽ പക്കത്തിലുള്ള റൂം ഇருக்கு. നമുക്ക് റൂമിൽ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അവിടുത്തെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റെസിഡൻസി. കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് 5 പേർക്കും കൂടി 1600 രൂപയാണ് ഇവിടുത്തെ റൂമിനായിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ബെഡും കൂടെ വരും. അതിൻ്റെ ഒരു 200 കൂടി എക്സ്ട്രാ കൊടുക്കണം. നമുക്ക് 24 hours ആയിരിക്കും ഈ റൂം കിട്ടുന്നത്. ഹോസ്റ്റൽ പോലെ വിശാലമായ കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ റൂമിൽ കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഇപ്പം നമ്മൾ നേരെ ഇനി ഓൾഡ് ബസ് സ്റ്റാൻഡ് ഉണ്ട് തഞ്ചാവൂർ. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് തഞ്ചാവൂർ പെരിയ കോവിലേക്ക് പോകാനായിട്ടൊരു 300 മീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. തൊട്ടടുത്താണ്. ഈ റെസിഡൻസിയുടെ പേര് എലങ്ക റെസിഡൻസി. റൂം ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഇതാണ് റൂം വരുന്നത്. ഇത് നോൺ AC റൂമാണ്. ഇവിടെ അത്യാവശ്യം പിന്നെ ഇതിൻ്റെ കൂടെ ഇനി എക്സ്ട്രാ ബെഡും കൂടി വരും. റെഡി ആവാനൊക്കെ പറ്റുന്ന ഒരു ചെറിയ ഏരിയ. പിന്നെ ഇത് വാഷ്റൂം. ഇങ്ങനെയാണ് വരുന്നത്. മീൽസ് വന്നിട്ടുണ്ട്. മീൽസിൽ നല്ല പ്ലേറ്റ് പോലെ ഇരിക്കുന്ന പപ്പടമുണ്ട്. ഇത് പായസം. ഇതോ മീൻകറി ഇല്ലടാ. മീനല്ലടാ അത്. ഇതെന്താ പച്ചക്കറി? ഇത് രസം. ഇത് പച്ച രസം. ഇത് കിഴങ്ങ് കറി. അത് പച്ച ചീര പാലക് ആണെന്ന് തോന്നുന്നു. എന്തോ ഫ്രൈഡ് റൈസാണ്. ഇതാണ് ഇവിടുത്തെ ഒരു മീൽസ്. ഇതാണ് മഷ്റൂം ബിരിയാണി. മഷ്റൂം ബിരിയാണി செம்மையா இருக்கு. பயங்கரமா ருசிக்கிறோம்.